ഇന്ദ്രപാലൻ, ഗുഡ് മോർണിംഗ്. ഈ പെഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട് ആഴ്ച 2 ആകുന്നു. ഈ 14 ദിവസമായി പാകിസ്ഥാനെ കൊല്ലുകയായിരുന്നു ഇന്ത്യ, നയതന്ത്ര തിരിച്ചടികളൊക്കെ നൽകിക്കൊണ്ട്. അതിനുശേഷം മന്ത്രിമാരുടെയൊക്കെ ഇപ്പോൾ ഈ അമിത്ഷായുടെ ആവട്ടെ, രാജ്നാഥ് സിംഗിന്റെ ആകട്ടെ, അതിന് ഒക്കെ പിന്നാലെ പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം വന്നു. സൈന്യത്തിന് പൂർണ്ണമായും സൈന്യയെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു, സൈന്യത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകിയിരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ തൊടാതെ, പാകിസ്ഥാനിലെ ഒരു മനുഷ്യന്റെ പോലും ജീവൻ എടുക്കാതെ ഭീകരവാദ കേന്ദ്രങ്ങളെ മുച്ചൂടും തകർത്തിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ. ഈ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെ നോക്കിക്കാണും? ഇത് ഇന്ത്യയുടെ ഒരു ബ്രില്യന്റ് മൂവ് ആണ്. ഇന്ത്യ പോയിട്ട് പാകിസ്ഥാന്റെ ടെറർ ലൊക്കേഷന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടെറർ ലൊക്കേഷൻ തന്നെ പാകിസ്ഥാനിന്റെ അവരുടെ ആക്ച്വൽ മിസൈൽ അതാണ് ഉപയോഗിക്കുന്നത്. കാരണം പാകിസ്ഥാനിക്ക് ഇന്ത്യക്ക് മിലിറ്ററി സ്ട്രൈക്ക് ചെയ്യാൻ അവർക്ക് കഴിവില്ല. അത് കാരണം അവർ ടെറർ സ്ട്രൈക്ക് ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ കശ്മീരിലും ഇന്ത്യയിലും ട്രബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മറുപടി നമ്മുടെ വി ഹാവ് ക്രോസ്ഡ് അവർ ത്രെഷോൾഡ്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ പോലെ എക്സാക്ട്ലി ആസ് പെർ വാട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അനൗൺസ്ഡ്, വി വിൽ സ്ട്രൈക്ക് അറ്റ് എ പ്ലേസ്, ടൈം ആൻഡ് ഇന്റൻസിറ്റി ഓഫ് അവർ ചൂസിങ്. അതാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ട്രൈക്സ് പയ്യോക്കില് 9 സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഡിസ്ട്രോയ്ഡ് സർട്ടൻ പാകിസ്ഥാനി ബേസസ്. അപ്പോൾ ഇതില് നോക്കേണ്ടത്, ഇന്ത്യ ഹാസ് നോട്ട് യൂസ്ഡ് എയർ സ്ട്രൈക്ക്. ഇപ്പൊ പാകിസ്ഥാൻ ഇതിനെ എയർ സ്ട്രൈക്ക് ആയി കണക്കാക്കണം. ഇറ്റ് ഈസ് നോട്ട് എൻ എയർ സ്ട്രൈക്ക്. നമ്മൾ എയർ അസറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ബട്ട് വി ഹാവ് നോട്ട് ക്രോസ്ഡ് POK, വി ഹാവ് നോട്ട് ക്രോസ്ഡ് ദി LOC, വി ഹാവ് നോട്ട് ക്രോസ്ഡ് ദ ബോർഡർ. ഇന്ത്യയുടെ സൈഡിൽ നിന്ന് സ്റ്റാൻഡ് ഓഫ് അറ്റാക്കും പ്രിസിഷൻ ഗൈഡഡ് മിസൈൽസും പ്രിസിഷൻ ഗൈഡഡ് ബോംബ്സ് ഇത് ഉപയോഗിച്ചാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ അറ്റാക്ക് പാകിസ്ഥാൻ എന്തായാലും പ്രതീക്ഷിച്ചിട്ടില്ല. ദേ വർ ടോട്ടലി ഷോക്ക്ഡ് ആൻഡ് സർപ്രൈസ്ഡ്. ഇപ്പോൾ അവർക്ക് എങ്ങനെ അതിന്റെ മറുപടി കൊടുക്കേണ്ടത് അതൊന്നും അറിയില്ല. ബിക്കോസ് പാകിസ്ഥാനെ തിരിച്ചടിക്കണമെങ്കിൽ അവർക്ക് മിസൈൽ എവിടെ ഉപയോഗിച്ചാലും ഇറ്റ് വിൽ ബി ഓൺ ഇന്ത്യൻ സോയിൽ. ആൻഡ് ഇന്ത്യൻ സോയിലിൽ അവർ മിസൈലോ അല്ലെങ്കിൽ എയർ അറ്റാക്കോ എയർ റെയ്ഡോ ചെയ്താൽ ഇറ്റ് വിൽ ബി എൻ ആക്ട് ഓഫ് വാർ. ഇറ്റ് വിൽ ബി എസ്കലേറ്റിംഗ്. ഇപ്പോൾ 1971 1965 പാകിസ്ഥാൻ ആയിരുന്നു വാറിനെ തുടങ്ങിയത്. അവരുടെ എയർ അസറ്റ്സ്, അവരുടെ എയർക്രാഫ്റ്റ് വന്നിട്ട് ഇന്ത്യയുടെ സൈഡിൽ ക്രോസ് ചെയ്തിട്ട് ഇന്ത്യയുടെ എയർ ബേസസിനെ ബോംബ് ചെയ്തു. അങ്ങനെയാണ് വാർ തുടങ്ങിയത്. ഇഫ് പാകിസ്ഥാൻ ഡസ് എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ദി എൻറ്റയർ ഇന്ത്യൻ ഡിഫൻസ് സെറ്റപ്പ് ഇസ് റെഡി ഫോർ എനി കൈൻഡ് ഓഫ് റിറ്റാലിയേഷൻ അറ്റാക്ക്. അപ്പോൾ ഈ അറ്റാക്ക് പാകിസ്ഥാനെ ഒരു ഷോക്ക് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ട്രൈ കൊടുത്തിട്ടുണ്ട്. ദോ they were expecting India will retaliate. We had said we will retaliate. We had said we will revenge the death of our citizens in India. അതിന്റെ റിവെഞ്ച് ആണ് ഇത് എടുത്തിരിക്കുന്നത്. ക്ലിയർലി ഇറ്റ്സ് എ മെസ്സേജ് ടു പാകിസ്ഥാൻ, ഡോണ്ട് മെസ് വിത്ത് ഇന്ത്യ, ഡോണ്ട് പ്ലേ വിത്ത് ടെറർ. അതൊരു ക്ലിയർ ആയ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ശ്രീ ഇന്ദ്രപാലൻ, അതായത് തീക്കൊള്ളി കൊണ്ട് പാകിസ്ഥാൻ തലചൊറിഞ്ഞു എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് ഇതിനെ ആ ഒരു ഘട്ടത്തെ വിശേഷിപ്പിക്കാം. കാരണം ഇന്ത്യയുടെ ആവനാഴിയിൽ എത്രത്തോളം ഈ സൈനിക കരുത്തുണ്ട്, സൈനിക ശേഷിയുണ്ട് എന്നറിയാത്തവരല്ല പാകിസ്ഥാൻ. എന്നിട്ടും പാകിസ്ഥാൻ തീക്കൊള്ളി കൊണ്ട് തലചൊറിഞ്ഞു. അതിന് ശക്തമായ മറുപടിയും ഇപ്പോൾ നൽകിയിരിക്കുന്നു. ശ്രീ ഇന്ദ്രപാലൻ, ഇന്നിപ്പോൾ മോക്ക് ഡ്രിൽ രാജ്യമൊട്ടാകെ നടക്കാനിരിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യം നിലനിന്നു. അതിനൊപ്പം തന്നെ സൈനിക അഭ്യാസങ്ങൾ കടലിൽ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കപ്പൽ വേധ മിസൈലുകൾ അടക്കം നമ്മൾ പരീക്ഷിച്ചതാണ്. ഈ മറ്റ് സ്ഥലങ്ങളിൽ സൈനിക പോർ വിമാനങ്ങൾ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾ നടന്നു. അങ്ങനെ രാജ്യം നേരത്തെ തന്നെ ഒരു സൈനിക നടപടിയിലേക്ക് മുതിർന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സിന്ധൂർ അറ്റാക്ക് പുലർച്ചെ വളരെ മറ്റാരെയും അറിയിക്കാതെ വളരെ രഹസ്യ സ്വഭാവത്തിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ നടക്കുന്നുണ്ട്. പാക് മന്ത്രിയുടെയൊക്കെ ഈ പ്രസ്താവനകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ സിവിലിയൻസിനെ കൊന്നൊടുക്കി, ഞങ്ങളുടെ ഈ സിവിലിയൻസിന്റെ കേന്ദ്രങ്ങളിലേക്കൊക്കെ അറ്റാക്ക് നടത്തി. കുറച്ച് ദൃശ്യങ്ങളുമൊക്കെ ഈ പുറത്തു വിടുന്നുണ്ട്. ഈ മുൻപ് പല കാലങ്ങളിലും പാകിസ്ഥാൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിലെ ആധികാരികതയൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന് മനസ്സിലായതാണ്. പ്രത്യേകിച്ച് വീഡിയോ ഗെയിമിന്റെ പോലും ഒക്കെ ദൃശ്യങ്ങൾ യുദ്ധത്തിൻ്റെതെന്ന തൊട്ടം പ്രചരിപ്പിച്ചവരാണ് പാകിസ്ഥാൻ. അപ്പോൾ നിലവിലെ പാകിസ്ഥാന്റെ നീക്കങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം ശ്രീ ഇന്ദ്രപാലൻ? അപ്പൊ പാകിസ്ഥാൻ അവർ ഡെഫിനറ്റ്ലി റിറ്റാലിയേറ്റ് ചെയ്യും. കാരണം പാകിസ്ഥാൻ ആർമിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ദേ കനോട്ട് കീപ് ക്വയറ്റ്. അവർ മിണ്ടാതിരുന്നാൽ, ഒന്നും ചെയ്യാതിരുന്നാൽ they will face severe backlash from Pakistani population. അവരുടെ പാകിസ്ഥാനിന്റെ എക്സിസ്റ്റൻഷ്യൽ ആർമിയുടെ എക്സിസ്റ്റൻഷ്യൽ പർപ്പസിന് ഡിഫീറ്റ് ആവും.
അപ്പൊ അവർ ഡെഫിനറ്റ്ലി റീട്രാക്ട് ചെയ്യാൻ നോക്കും. അവർ റീട്രാക്ട് ചെയ്യാനായിട്ട് ദേ ഡോണ്ട് ഹാവ് ടാർഗറ്റ്സ്. ഇന്ത്യയുടെ അകത്ത് അവർക്ക് ടാർഗറ്റ്സ് ഇല്ല. പാകിസ്ഥാന്റെ അകത്ത് LOCയുടെ ക്ലിയർ ടെറർ ടാർഗറ്റ്സ് ഉണ്ട്. നമുക്കതിന്റെ ഇമേജസ് ഉണ്ട്, നമുക്കതിന്റെ പ്രൂഫ് ഉണ്ട്. അതിനാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. പാകിസ്ഥാൻ തിരിച്ച് റീറ്റാലിയേറ്റ് ചെയ്തിട്ട് സിമിലർ അറ്റാക്ക് ചെയ്യണമെങ്കിൽ, മിസൈൽ അറ്റാക്ക് ആയാലും സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് ആയാലും, അവർ മിനിമം അതത് ചെയ്താൽ ഇറ്റ് വിൽ ബി ആക്ട് ഓഫ് വാർ ഓൺ ഇന്ത്യൻ സോയിൽ. അപ്പോൾ ഇന്ത്യക്ക് അതിനെ തിരിച്ച് മറുപടി കൊടുക്കാനായിട്ട് അത് ഫ്രീഡം ഉണ്ടാവും. ആ ഫ്രീഡം ഓൾറെഡി പ്രൈം മിനിസ്റ്റർ നമ്മുടെ ചീഫ്സിന് കൊടുത്തിട്ടുണ്ട്. ചീഫ്സ് ആർ ദി ഇന്ത്യൻ മിലിറ്ററി ഈസ് ഫ്രീ ടു റെസ്പോണ്ട്. കാരണം ഡിസിഷൻ മേക്കിംഗ് ഡിലേ ആവില്ല ആൻഡ് റെസ്പോണ്ട് ബെഫിറ്റിംഗ് മാനർ ഇൻ ടു പാകിസ്ഥാൻ റീറ്റാലിയേഷൻ. ഞാൻ എന്റെ അനുമാനത്തില് പാകിസ്ഥാൻ വിൽ ട്രൈ സംതിങ്. ഇറ്റ് കുഡ് ബി ഇന്ത്യയുടെ മിലിറ്ററി ബേസസ് ക്ലോസ് ടു LOCനെ അറ്റാക്ക് അവർ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ ഒരു അമ്യൂണിഷൻ ഡംപോ, അല്ലെങ്കിൽ സം ലോജിസ്റ്റിക്സ് ക്യാമ്പോ, അല്ലെങ്കിൽ സം സോർട്ട് ഓഫ് മിലിറ്ററി ബങ്കർ, അതിനെ ചിലപ്പോൾ അവർ അവരുടെ ഡ്രോൺ അല്ലെങ്കിൽ അവരുടെ മിസൈല് അല്ലെങ്കിൽ അവരുടെ ആർട്ടിഫിഷ്യലിംഗ് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും. ഓർ ദേ മേ ഡു സിമിലർ സ്റ്റാൻഡ് ഓഫ് അറ്റാക്ക് ഫ്രം പാകിസ്ഥാനി സോയിൽ ഓൺ ടു ഇന്ത്യസ് മിലിറ്ററി ക്യാമ്പ്സ്. വേറെ അവർ സിവിലിയൻ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കശ്മീരിൽ വേറെ എവിടെയും മിലിറ്ററി അല്ലാതെ നോ ടെറർ ക്യാമ്പ്സ് ആണ്. ഇത് അവർ ചെയ്യാൻ നോക്കും. അതിനായിട്ടാണ് വി ആർ ഡൂയിങ് ദ മോക്ക് ഡ്രിൽസ്. ഈ മോക്ക് ഡ്രിൽ ചെയ്തത് ബിക്കോസ് ഇന്ത്യ ഗവൺമെന്റ് വാസ് പ്ലാനിങ് ഇങ്ങനത്തെ ഒരു അറ്റാക്ക്. അതിന്റെ ഇമ്മീഡിയറ്റ് റീറ്റാലിയേഷൻ വരണമെങ്കിൽ ആർ പീപ്പിൾ ഷുഡ് ബി റെഡി. അതിനാണ് ഈ മോക്ക് ഡ്രിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. മോക്ക് ഡ്രിൽ വാസ് ഓൾസോ ഓൾ ഓവർ ഇന്ത്യ. നമ്മൾ മോക്ക് ഡ്രിൽ ചെയ്യുമ്പോൾ പാകിസ്ഥാൻ കൺഫ്യൂസ് ആയി, എവിടുന്നാണ് നമ്മുടെ അറ്റാക്ക് വരാൻ പോകുന്നത്, ഏത് സ്ഥലത്ത് അറ്റാക്ക് വരാൻ പോകുന്നത്. അത് തന്നെയാണ് ശ്രീ ഇന്ദ്രബാലൻ. കാരണം എനിക്ക് തോന്നുന്നു അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. കാരണം ഈ തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ മന്ത്രിമാർക്ക് ഈ പെഹൽഗാം അറ്റാക്കിനൊക്കെ ശേഷം. അതിനുശേഷം ഈ സിന്ധുവിൽ ചോരപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞ ബിലാവൽ ഭൂട്ടോയുടെ പ്രതികരണം ഇന്നലെ വന്നിരുന്നു. ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുമായി കൈകോർക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിൽ. അപ്പോൾ ഈ കഴിഞ്ഞ 14 ദിവസമായി നയതന്ത്ര തിരിച്ചടികളിൽ ഇന്ത്യ ഒതുങ്ങും, ഇനി നമ്മൾ മറ്റൊരു തരത്തിലൊരു തിരിച്ചടി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പാകിസ്ഥാൻ ഒരുപക്ഷെ ഈ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നൊരു സമയത്തായിരിക്കാം ഇന്നലെ ഈ ഒരു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായതല്ലേ? Correct. It was a lull before the storm. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ he was touring the nation. അത് എന്തിനാണ് പാകിസ്ഥാൻ അറിയാൻ പാടില്ല നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഫ്രീഡം കറന്റ്ലി ഫ്രീഡം ഓഫ് ആക്ഷൻ ഇസ് ഗിവൻ ടു ഇന്ത്യൻ മിലിറ്ററി. ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററിയുടെ ഇത് ആക്ഷനാണ് റീറ്റാലിയേറ്ററി ആക്ഷൻ ഓൺ പാകിസ്ഥാൻ ടെറർ ക്യാമ്പ്സ്. ഇപ്പോൾ ഇന്ത്യയുടെ ഡിസിഷൻ ഡെഫിനറ്റ്ലി ആണ്. ബട്ട് ദി എസ്കലേഷൻ ലെവൽ വി ഹാവ് നോട്ട് ടേക്കൺ ഇൻ ടു എ വാർ. ദി ഹോൾ ഓഫ് നേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ എൻറ്റയർ മിലിറ്ററി സെറ്റപ്പ്, എൻറ്റയർ ഡിപ്ലോമാറ്റിക് സെറ്റപ്പ്, എൻറ്റയർ ഡിഫൻസ് ഫോഴ്സിനെ ഉപയോഗിച്ചിട്ടില്ല. ലിമിറ്റഡ് ആയിട്ട് വി ഹാവ് ക്ലിയർലി ഗിവൻ എ സ്ട്രോങ് മെസ്സേജ് പാകിസ്ഥാന്റെ ടെറർ ക്യാമ്പിനെ അറ്റാക്ക് ചെയ്തിട്ട്. സോ ഇനി പാകിസ്ഥാൻ ഷുഡ് fall in line. They must accept that they are supporting terror. They must accept to stop the terror camps. They must come on the table. They must become a peaceful nation. Adinde oru sign-um adinde oru assurance tannale this will not escalate. On the other hand, Pakistan is thirichadukkanengil they are the owners of escalation will be on them. The owners of beginning of war will be on them. And avarku nannayittu avarku they know what happened in 71, what happened in 65. If they escalate, there will be serious trouble. Or Pakistan ഒരു end game ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. So they should not escalate. However, അവര് തിരിച്ച് without escalation അവർ എന്തെങ്കിലും ചെയ്യാൻ നോക്കും. We have to be prepared for that. India is ready for that. യെസ്, ശ്രീ ഇന്ദ്രബാലൻ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണം, അതിലൂടെ ഒരുപക്ഷെ ഈ ഭീകരർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക 2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, സ്വാഭാവികമായിട്ടും കശ്മീരിന്റെ വളർച്ച എന്നുള്ളത്. മറ്റൊന്ന്, ഈ പാകിസ്ഥാൻ കുറച്ച് നാളുകളായി കശ്മീർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കശ്മീരിനെ കൊണ്ടുവരുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കശ്മീരിൽ സമാധാന അന്തരീക്ഷം വന്നു, കാര്യമായി ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനത്തിൽ നാട് പോകുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാവും ഒരുപക്ഷെ പാകിസ്ഥാൻ ഭീകരരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ നിലവിലെ ഈ ഒരു സാഹചര്യം, ഇപ്പോൾ ഒരു ഈ സൈനിക അറ്റാക്ക് നടന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് പാകിസ്ഥാന് ഈ വിഷയങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധിപ്പിക്കാൻ എത്രത്തോളം സാധിക്കും ശ്രീ ഇന്ദ്രബാലൻ? പ്രത്യേകിച്ച് ഇപ്പോൾ UN-ലടക്കം ഞങ്ങൾക്കും തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ ഇസ്ലാമിക ചേരിയിൽ തുർക്കി ഒഴികെ മറ്റൊരു രാജ്യം പോലും പാകിസ്ഥാൻ ഒപ്പമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നില്ലേ? യെസ്, കറക്റ്റ്ലി. ഇപ്പോൾ ഇത് previously നമ്മൾ ഇത് ഇന്റർനാഷണൽ ഇഷ്യൂ ആക്കാൻ വി ഹാവ് ബീൻ അവോയ്ഡിങ്.
അത് കാരണം പാകിസ്ഥാൻ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് they have created terror inside Kashmir because India was on the defensive in some ways in our approach because we are non-aligned. അത് കാരണം ഇന്ത്യയുടെ സ്ട്രെങ്തില് we were trying to prevent internationalization. കറന്റ് നമുക്ക് ആ സിറ്റുവേഷൻ അതല്ല because the whole world understands that ഇന്ത്യ ഒരു പീസ്ഫുൾ നേഷൻ ആണ്. ഇന്ത്യ ടെററിനെ എന്തായാലും ടെററിനെ we will not bear with terror and we will react. അത് they definitely know. And Kashmir is India's integral part. അത് നമ്മൾ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ ആർട്ടിക്കിൾ 370 അതിന്റെ അനൽ ചെയ്തിട്ട് നൗ കശ്മീർ JNK എൻറ്റയർ JNK is part of India. ഇന്ത്യയുടെ POK മാത്രം പാകിസ്ഥാൻ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് നൗ ക്ലിയർ ടു ദ വേൾഡ്. സോ പാകിസ്ഥാൻ അതിന് ഇന്റർനാഷണലൈസ് ചെയ്താലും ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ടു ഇന്ത്യ ബിക്കോസ് ഇന്ത്യയുടെ പൊസിഷൻ ഇൻ ദ വേൾഡ് ഓർഡർ ഈസ് വെരി ഡിഫറെന്റ്. ഇന്ത്യ ഒരു സ്ട്രോങ് നേഷൻ ആണ്. വി ഹാവ് സപ്പോർട്ട് ഓഫ് ഓൾ ദ ബിഗ് പവേഴ്സ്, whether it is USSR, USA or any European country. Out of 197 nations, majority of the nations support India. Our situation മാറിയ കാരണം even if Pakistan takes it to United Nations, international ആക്കിയാലും it will be advantage India. So Pakistan they are in a very very difficult situation. അവർക്ക് അറിയില്ല ഇതിനെ ഡിപ്ലോമാറ്റിക്കലി, ജിയോപൊളിറ്റിക്കലി, സ്ട്രാറ്റജിക്കലി, മിലിറ്ററിലി എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അറിയില്ല. ഈ പാകിസ്ഥാന്റെ ചീഫ് ആസിഫ് മുനീറിന്റെ ഇതൊരു വലിയ മിസ്അഡ്വെഞ്ചർ ആയി വന്നിരിക്കുകയാണ്. ഈ പാകിസ്ഥാൻ ചീഫ് വിചാരിച്ചു അവര് ഇങ്ങനെ ഒരു ടെറർ അറ്റാക്ക് ചെയ്തിട്ട് ദേ ക്യാൻ ഗെയിൻ ഗ്രൗണ്ട് ഇൻ കശ്മീർ, ദേ ക്യാൻ റീഗെയിൻ കശ്മീർ, അങ്ങനെ വിചാരിച്ചാണ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഹി വാസ് ഓൾസോ വാണ്ടിങ് ടു ടേക്ക് ഓവർ ദ നേഷൻ ആസ് എ ഡിക്റ്റേറ്റർ. അതൊരു വലിയ മിസ്അഡ്വെഞ്ചർ, ഒരു വലിയ മിസ്റ്റേക്ക് ആയി മാറാൻ പോവാണ്. ദാറ്റ് ഈസ് മൈ ഒബ്സർവേഷൻ. ശ്രീ ഇന്ദ്രപാലൻ, മറ്റൊന്ന്, ഇപ്പോൾ രാജ്യം അതീവ ജാഗ്രതയിലാണ്. നിലവിൽ 10 വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ സ്കൂളുകൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യ തലസ്ഥാനത്ത് പലയിടങ്ങളിലും സുരക്ഷ 10 മടങ്ങ് ശക്തമാക്കിയിട്ടുണ്ട്. അതിർത്തിയിൽ അസാധാരണ സാഹചര്യം നിലനിൽക്കുന്നു. ഏറ്റുമുട്ടൽ തുടരുകയാണ്. ശ്രീ ഇന്ദ്രപാലൻ, ഈ നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു ആക്രമണം, ഇപ്പോൾ ഇന്ത്യ ഇന്ന് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തത് പോലും പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു. അവരുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ല, അവരുടെ സിവിലിയൻസിനെ പരിക്കേൽപ്പിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു നീതി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു മാന്യത പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ എത്രത്തോളം വേണം നമ്മുടെ രാജ്യം മുന്നൊരുങ്ങാൻ? യെസ്, ഒരു കൗണ്ടർ അറ്റാക്ക് വരാതിരിക്കില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സേ there will be no counter attack. അവർക്ക് പാകിസ്ഥാന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് ലിമിറ്റഡ് ഓപ്ഷൻസേ ഉള്ളൂ. അതാണ് വി ഹാവ് സെഡ് ശ്രീനഗർ എയർപോർട്ട് ഈസ് ക്ലോസ്ഡ്. അതിന്റെ 2 റീസൺ ഉണ്ട് ശ്രീനഗർ എയർപോർട്ട് ക്ലോസ് ആവാനായിട്ട്. ബിക്കോസ് ഇറ്റ്സ് എ മിലിറ്ററി എയർ ബേസ്, ഇറ്റ്സ് എ മിലിറ്ററി എയർ റൺവേ. അപ്പൊ അവിടുന്ന് ഇൻ കേസ് വി ഹാവ് ടു റിയാക്ട് ആൻഡ് നമ്മുടെ അവിടുത്തെ ഉള്ള എയർ എസ്റ്റേഷന് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ, അപ്ലൈ ചെയ്യണമെങ്കിൽ വി നീഡ് ദി ശ്രീനഗർ എയർപോർട്ട് ഫോർ പ്യുവർ മിലിറ്ററി യൂസ്. അതാണ് മെയിൻ റീസൺ അതിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഫ്ലൈറ്റ്സ് വി ഹാവ് ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് വി ഹാവ് റെഡ്യൂസ് ദ ഫ്ലൈറ്റ്സ്, വി ഹാവ് barred all the flights because Pakistan retaliate ചെയ്യണമെങ്കിൽ if the need be India's air force can take off and they can respond to Pakistan attack. അതിന് ഫ്രീഡം കിട്ടാനായിട്ടാണ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് നിർത്തിയിരിക്കുന്നത്. ദാറ്റ് അപ്പാർട്ട് നമ്മുടെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് നടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ചിലപ്പോൾ എയർ ഇൻട്രൂഷൻ ചെയ്യണമെങ്കിൽ അതിനെ റഡാറിൽ ക്യാപ്ചർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. there may be some confusion. ആ കൺഫ്യൂഷൻ നിർത്താനായിട്ടാണ് we have stopped all Indian commercial flights so that പാകിസ്ഥാന്റെ എവിടെയെങ്കിലും എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും എയർ ഇൻട്രൂഷൻ ആണെങ്കിൽ അതിന് നമ്മുടെ റഡാർ ക്ലിയർ ആയിട്ട് സിഗ്നേച്ചർ കിട്ടും. അത് ഈ 3-4 റീസൺസ് കാരണമാണ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്സ് നിർത്തിയതും. പ്ലസ് ശ്രീനഗർ എയർപോർട്ടിനെ നമ്മൾ കറന്റ്ലി ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ട് ഫോർ ഓപ്പറേഷൻസ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഇന്ത്യൻ മിലിറ്ററി. സോ പാകിസ്ഥാൻ ഡെഫിനറ്റ്ലി ഒരു അറ്റാക്ക് പോലെ they may attack some of India's small military assets like some or some fuel dump. അതിനെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു വലിയൊരു ക്ലെയിം അടിക്കാൻ നോക്കും. അതിനൊരു ചാൻസ് ഉണ്ട്. പ്ലസ് ഇഫ് ദർ ആർ എനി ഇന്ത്യൻ എയർക്രാഫ്റ്റ് ഫ്ലൈങ് എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിൽ അവർ മിസൈൽ അറ്റാക്ക് ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. ഇഫ് ഇന്ത്യസ് എയർക്രാഫ്റ്റ് ടേക്സ് ഓഫ് ആൻഡ് ദേ ആർ ഇൻ ഫ്ലൈറ്റ് ഇൻസൈഡ് ഇന്ത്യൻ ടെറിട്ടറി, they may fire a stand-off missile, ground to air missile onto the Indian aircraft so that they can claim they have not hit Indian land or Indian military assets ne മാത്രമേ അവർ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരു ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ചെയ്താലും they are hitting a military target of India, which means India അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരു നല്ല ഓണേഴ്സ് ഉണ്ട്. we will have an option to respond, we will have a good legitimacy to respond. അപ്പോൾ ഇതൊക്കെ കാരണം പാകിസ്ഥാൻ is going to
wonder what to do. Our confused state of mind ആണ് ഇപ്പോൾ. They are completely confused. They are completely lost. എന്താ ചെയ്യേണ്ടതെന്ന്. That is why no attack or no return has come so far. So already almost nearly 7-8 hours ആയിട്ടുണ്ട്. Let's wait and watch. And Indiaയുടെ preparation നടന്നുകൊണ്ടിരിക്കുകയാണ്. We are ready in all respects. Is what it seems to be for any action on the border without escalating. ശ്രീ ഇന്ദ്രപാലൻ, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ ഈ കഴിഞ്ഞ 15 ദിവസം നമ്മൾ എടുത്തിരുന്നു ഈ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു തിരിച്ചടി അത് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നടന്നതല്ലേ? കാരണം ഈ ഇത്രയും ദിവസം നമ്മൾ നയതന്ത്ര തിരിച്ചടിയിൽ ഒരുങ്ങി നിന്നപ്പോൾ പോലും മറ്റൊരു തിരിച്ചടി ഈ രാജ്യം പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി നൽകുന്നെങ്കിൽ അത് പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള തിരിച്ചടി ആകണമെന്നുള്ള ശക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു നീക്കമായി തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കിക്കൂടെ? Yes, definitely. കാരണം Pakistan, they do not have satellite assets like India. We have ISRO which launches number of satellites. We have different types of satellites launched by Indian rockets, plus launched by American rockets. All these geostationary satellites, polar satellites, navigation satellites, intelligence satellites, military satellites, geospatial satellites, എല്ലാം നമുക്ക് ഇന്ത്യക്കുണ്ട്. Pakistan is not a space club India. അത് കാരണം we are able to keep an eye on Pakistan with the help of friendly nations like USA, USR. അവരുടെ satellite assets വെച്ചിട്ട് we are able to gather proper intelligence. അപ്പോൾ ഇന്ത്യ പറയുമ്പോൾ we are using intelligence. It means all these technology, high-tech assets have been utilized apart from India's raw inputs and all combined ചെയ്തിട്ടാണ് നമ്മൾ ഈ ടാർഗറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. So we are very clear. നമ്മൾ ഒരു dossier submit ചെയ്തിട്ടുണ്ട് to different nations on നമ്മുടെ എന്താ proof of these places being terror camps. Our proof will be a combination of what I said, proofs from satellite imagery, proofs from drone imageries, proof from intelligence resources. എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടായിരിക്കും we have submitted this intelligence report. അതിന്റെ ബേസിലാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. And that is why India is morally and legitimately right in what we have done in retaliatory strike.